പ്രാദേശിക ഭാഷകൾ തമ്മിലുള്ള അടുപ്പം മലയാളത്തിൻ്റെ പുതിയ കവിതയിൽ നിഴലിച്ച് കാണാവുന്നതാണ്. പ്രധാനമായിട്ടും 4 മാറ്റങ്ങൾ മലയാള കവിതയിൽ ഉണ്ടായിട്ടുണ്ട് സമീപകാലത്ത്. അതിലൊരു പ്രധാനപ്പെട്ട മാറ്റം ഞാൻ വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും അഭിവാദ്യം ചെയ്യുന്ന വനിതകളുടെ മുന്നേറ്റമാണ്. മലയാള കവിതയിൽ ധാരാളം എഴുത്തുകാരികൾ ഉണ്ടായിരിക്കുന്നു. എഴുത്തുകാരികൾക്ക് ഒരു വലിയ ചരിത്രം പറയാൻ നമുക്കില്ല. മലയാളം എഴുത്തമ്മ ഇല്ലാത്ത ഒരു ഭാഷയാണ്. എഴുത്തച്ഛനാണ് നമുക്ക് ഉള്ളത്. കന്നഡയിലും തമിഴിലുമൊക്കെ എഴുത്തമ്മമാരുണ്ട്. പക്ഷേ മലയാളത്തിന് അങ്ങനെ അവകാശപ്പെടാൻ ആരുമില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്? വടക്കൻ പാട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അമ്മമാരാണ്. അമ്മമാരുടെ മനസ്സിൽ നിന്നാണ് ഉണ്ണിയാർച്ചയ്ക്ക് ഉണ്ടായത്. പക്ഷേ ഏതമ്മയും നമുക്കറിയാൻ വയ്യ. അത് കേരളത്തിൽ ഒരു കാലത്ത് നിന്നിരുന്ന ഏറ്റവും മോശപ്പെട്ട പുരുഷ ആധിപത്യവും വർണ്ണവ്യവസ്ഥയും എല്ലാം ചേർന്നാണ് ഈ അപകടം സ്ത്രീകൾക്ക് ഉണ്ടാക്കി കൊടുത്തത്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അർഹതപ്പെട്ടതില്ല എന്ന നിയമം ഉണ്ടായിരുന്ന ഒരു നാടാണല്ലോ. ഭ്രാന്താലയം എന്ന പുരസ്കാരം വിവേകാനന്ദനാൽ ലഭിച്ച ഒരു നാടാണല്ലോ നമ്മുടെ നാട്. അതുകൊണ്ട് എഴുത്തമ്മ ഇല്ലാതെ പോയി. പക്ഷേ പുതിയ കാലം അങ്ങനെയില്ല. ധാരാളം എഴുത്തുകാരികൾ മലയാള കവിതയിലേക്ക് വന്നിരിക്കുന്നു. ഞാൻ 15 വർഷമായിട്ട് ഫേസ്ബുക്കിൽ ഒരു കോളം ചെയ്യുന്നുണ്ട്, ഇന്ന് വായിച്ച കവിത എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ദിവസം ഒരു പുരുഷൻ്റെ കവിതയാണെങ്കിൽ അടുത്ത ദിവസം സ്ത്രീയുടെ കവിതയാണ് കൊടുക്കുക. ഇന്നേ വരെ സ്ത്രീയുടെ കവിതയ്ക്ക് യാതൊരു ക്ഷാമവും ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന ദിവസങ്ങളിലെല്ലാം സ്ത്രീകളുടെ കവിതകൾ കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറയാൻ അത്രമാത്രം വലിയ മുന്നേറ്റമാണ് മലയാള കവിതയിൽ സ്ത്രീകളുടേതായിട്ട് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ സ്ത്രീകളുടെ മുന്നേറ്റം ഉണ്ടാകുന്ന സമയത്ത് എന്തായിരിക്കാം അവർ സ്വീകരിക്കുന്ന വിഷയങ്ങൾ? പുരുഷന്മാർക്ക് ഒരിക്കലും എഴുതുവാൻ കഴിയാത്ത അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അവരുടേതായ മാനസിക പ്രശ്നങ്ങളുണ്ട്, ശാരീരിക പ്രശ്നങ്ങളുണ്ട്, അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, വീട്, നാട്, ഇതൊക്കെ ഇവരുടെ ഇടപെടൽ എങ്ങനെ ഉണ്ടാകുന്നത്, ഇതൊക്കെ എഴുതാം. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ട് എനിക്ക് തോന്നിയത് ഈ പൊളിറ്റിക്കൽ രാഷ്ട്രീയ അവബോധമുള്ള കവിതകൾ സ്ത്രീകളിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. നല്ല ഒരു ഭാവിയിലേക്ക് സഞ്ചരിക്കുന്ന രാഷ്ട്രീയ ബോധമുള്ള വെറും പ്രണയ കവിതകൾ മാത്രമല്ല, പ്രണയവും മരണവുമാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാഷ്ട്രീയ അവബോധമുള്ള കവിതകൾ നമ്മളുടെ എഴുത്തുകാരികളിൽ നിന്നും ധാരാളമായിട്ട് ഉണ്ടായി വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഗോത്ര ജനതയുടെ, ആദിവാസി ജനതയുടെ, ദളിത് ജനതയുടെ കവിതകൾ മലയാളത്തിൽ ധാരാളമായിട്ട് ഉണ്ടായി. ആ സമൂഹത്തിൽ നിന്നും വളർന്നു വരുന്ന കവികൾ ധാരാളമായിട്ട് മലയാളത്തിലുണ്ടായി. അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവരുടെ ഭാഷയെ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ദളിത് ആഭിമുഖ്യം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റം നമുക്ക് മലയാളത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ മലയാളത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ബൃഹദാഖ്യാനങ്ങൾക്ക് വലിയ വായനക്കാരില്ലാതെ പോയി. ബൃഹദാഖ്യാനങ്ങൾ ഏതാണ്ട് കവികളും ഉപേക്ഷിച്ച മട്ടാണ്. ഒരു കഴിഞ്ഞ കോവിഡ് കാലത്ത് 4-5 അതിന് മുമ്പും ഒക്കെ ആയിട്ട് 4-5 ദീർഘകവിതകൾ മാത്രമേ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. വേറെ ഉണ്ടാകുന്ന എല്ലാം ചെറിയ കവിതകളാണ്, വളരെ പെട്ടെന്ന് വായിച്ച് തീർക്കാവുന്ന രീതിയിൽ. അതായത് 3 മണിക്കൂർ നീളമുള്ള ഒരു സിനിമ കാണുന്നതിനേക്കാളും ഒരു വലിയ നോവൽ വായിക്കുന്നതിനേക്കാളും ആളുകൾക്ക്, പുതിയ കാലത്തെ ആളുകൾക്ക് ഇഷ്ടം റീൽസ് കാണുന്നതാണ് എന്ന് പറയുന്ന പോലെ ചെറിയ ചെറിയ കവിതകളിലേക്ക് മലയാള കവിത മാറി. ചെറിയ കവിതകളുണ്ടായ ഒരു വലിയ ഗുണമെന്ന് പറയുന്നത് ഒരാശയത്തെ അതിൻ്റെ ഏറ്റവും രൂക്ഷതയിൽ, അതിൻ്റെ ഏറ്റവും തീവ്രതയിൽ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ തുറന്ന കവിതകളുടെ ഒരു പ്രവാഹം തന്നെ മലയാളത്തിൽ ഉണ്ടായി. നഗ്ന കവിതകൾ വാസ്തവത്തിൽ ദിഗംബര കവിത എന്ന പേരിൽ തെലുങ്ക് ഭാഷയിൽ ഉണ്ടായ ഒരു കാവ്യരീതിയാണ്. നമുക്കും പുരാതന കവിതകൾ അന്വേഷിച്ചാൽ വളരെ ചുരുക്കി എന്നാൽ തുറന്നെഴുതുന്ന ചില കവിതകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നാടൻ പാട്ടുകളിലൊക്കെ തന്നെയുണ്ട്. രാമായണം ഒരു പെണ്ണ് കഥ, ഭാരതം ഒരു പിടി മണ്ണ് കഥ എന്ന 2 വരിയിൽ മഹാഭാരതത്തെയും രാമായണത്തെയും ഒതുക്കിയ നാടൻ കവികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ സമയത്ത് പുനലൂർ ബാലനിലും അയ്യപ്പ പണിക്കരിലും എല്ലാം നമുക്ക് ഈ കാർട്ടൂൺ കവിതയുടെ അല്ലെങ്കിൽ തുറന്ന കവിതയുടെ ഒരു രീതി കാണാൻ പറ്റും. പുതിയ കാലത്താണെങ്കിൽ ഞാൻ കുറേയേറെ നഗ്ന കവിതകൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ 2 പുസ്തകങ്ങൾ തന്നെ നഗ്ന കവിതകളായിട്ട് വന്നിട്ടുണ്ട്. അതുകൂടാതെ അലി കടകശ്ശേരി, സതീശൻ മോറായി, ലക്ഷ്മൺ മാധവ്, കപിൽ ദേവ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേയേറെ ആളുകൾ ചെറിയ കവിതകൾ, നഗ്ന സ്വഭാവമുള്ള
ചെറിയ കവിതകൾ എഴുതുന്നുണ്ട്. അത് മലയാള കവിതയുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മൂന്നാമത്തെ മാറ്റമാണ്. നാലാമത്തെ മാറ്റം എന്ന് പറയുന്നത് സുപ്രധാനമായിട്ടുള്ളൊരു മാറ്റമാണ്. അതായത് കവിത്രയത്തിൻ്റെ കാലത്ത് വരെ ദൈവം മലയാള കവിതയിലൊരു പ്രധാനപ്പെട്ട ആളായിരുന്നു. ഈശ്വരൻ്റെ ഒരു ഇച്ഛയനുസരിച്ചാണ് നമ്മൾ എഴുതുന്നത് എന്നാണ് ഇന്ന് കവികളെല്ലാം വിചാരിച്ച് വെച്ചിരുന്നത്. കുമാരനാശാൻ തന്നെ ചന്തമേറിയ പൂവിലും ശബളാഭാവം ശലഭത്തിലും ആ കവിത തന്നെ ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശ്വരനെ വാഴ്ത്തുവിൻ എന്ന് പറഞ്ഞിട്ടാണ് ആ കവിത അവസാനിക്കുന്നത്. അപ്പോൾ ദൈവത്തെ വാഴ്ത്തുക എന്നുള്ളതാണ് പല കവികളും ചെയ്യുന്നത്. വള്ളത്തോളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭക്തി വിഭക്തി എന്നുള്ള കവിതയിൽ അവസാനം ഈ മേൽപ്പത്തൂർ കാണുന്ന ഒരു സ്വപ്നം എന്നുള്ള നിലയ്ക്ക് കൃഷ്ണനെ അവതരിപ്പിക്കുമ്പോൾ ഈ കൃഷ്ണഭക്തിയുടെ ഒരു ഭ്രാന്താവസ്ഥയിലേക്ക് മഹാകവി മാറുന്നുണ്ട്. ഒടുവിൽ ഒരു വിധമെന്ന് കണ്ണടച്ചപ്പോൾ ഒരു കോമള ബാലരരികെ കാണായി വന്നു, പീലികൾ തിരികിയ കാറുകളിൽ കെട്ടുന്നൽ പൊന്നേലസകിലിങ്ങട മരയിൽ മഞ്ഞപ്പെട്ടും ചെന്തളിർ കയ്യിലൊരു കൊച്ചോടക്കുഴലും ഹന്ത കൈതൊഴാം തൊഴാം ആമ്പാടി മണിക്കുഞ്ഞ് എന്ന് പറയുന്ന സമയത്ത് ഈ വള്ളത്തോൾ തന്നെ അങ്ങ് ആമ്പാടി മണിക്കുഞ്ഞിൻ്റെ മുമ്പിൽ അങ്ങ് സാഷ്ടാംഗം വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഉള്ളൂരാണെങ്കിൽ വേഷം എനിക്കെന്തെന്ന് വിധിപ്പത് വിഭോ ഭവചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്യുന്നത് വിധേയനൻ കൃത്യം. ഞാൻ എന്ത് ജീവിതമാണ് നയിക്കേണ്ടതെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത്, നിങ്ങളുമല്ല തീരുമാനിക്കേണ്ടത്. വേറെ ആരോ ആകാശത്തെ കണ്ടിരിക്കുന്ന ആരോ ആണ് തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന് പ്രിയപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ലോകർക്കും പ്രിയപ്പെട്ട രീതിയിൽ ഈ വേഷം ഞാൻ അഭിനയിച്ച് തീർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ പണി എന്നാണ് ഉള്ളൂർ വരെയുള്ള കവികൾ പറയുന്നതെങ്കിൽ ചങ്ങമ്പുഴയിലേക്ക് എത്തുമ്പോഴത്തേക്ക് വലിയ വ്യത്യാസം ഉണ്ടാകണം. രണ്ട് തൊട്ടേകിയാൽ ചുണ്ടിൽ ചിരി വരും തെണ്ടിയല്ലേ മതം തീർത്ത ദൈവം എന്നൊക്കെ ചങ്ങമ്പുഴ നേരിട്ട് ചോദിക്കുകയാണ്. വയലാറിലേക്ക് വരുമ്പോൾ തിരുനെല്ലൂരിലേക്ക് വരുമ്പോൾ എല്ലാം ഈ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ കവിതയിൽ ഇങ്ങനെയൊരു ഈ ദൈവത്തിൻ്റെ അപ്രമാദിത്വത്തെ വാഴ്ത്തുന്ന ഒരു രീതിയേ മലയാള കവിതയിൽ ഇല്ല. അത് സമ്പൂർണ്ണമായിട്ട് ഇല്ലാതെ പോയി. ഇന്ന് എഴുതുന്ന കവികളിൽ 70% ദൈവവിശ്വാസികളാണെന്ന് തന്നെ കരുതുക. പക്ഷേ അവരുടെ കവിതയിൽ ഇതില്ല. കോവിഡ് വന്ന കാലത്ത് ആരും തന്നെ ദൈവമേ ഈ കോവിഡ് ഞങ്ങൾ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരു കവിത എഴുതിയില്ല. എല്ലാ കവികളും മാസ്ക് ഇട്ടു, എല്ലാ കവികളും കുത്തിവെച്ചു. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ സമ്പൂർണ്ണമായിട്ടും മലയാള കവിതയിൽ നിന്ന് അടിച്ചു പുറത്താക്കിയിരിക്കുന്നു പുതിയ തലമുറ എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ 4 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ മലയാള കവിതയിൽ ഉണ്ടായിട്ടുണ്ട്.